ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ കറിയാണ്. കൂൺ കറി എന്ന് പറയുമ്പോൾ വറുത്തരച്ചിട്ടുള്ള രീതിയിലുള്ള കൂൺ കറിയാണ് കേട്ടോ. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള കൂൺ കറിയാണ്. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതേപോലത്തെ കൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ബട്ടൺ മഷ്റൂം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കൂണ് ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാക്കറ്റ് അങ്ങനെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഈ കൂണിനെ നന്നാക്കി എടുക്കണം. അപ്പോൾ ഇതെങ്ങനെ നന്നാക്കണം ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കൂൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ തൊലി ഉണ്ടാവും, കണ്ടില്ലേ, ഇതേപോലെ പീൽ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കൂണ് നന്നാക്കി എടുക്കേണ്ടത്. കൂണിൻ്റെ തൊലി കളയാണ്ട് കറി വെക്കരുത്. അത് ചിലർക്ക് പറ്റിയെന്ന് വരില്ല, വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൂണിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ള കൂണിൻ്റെയും തൊലി കളഞ്ഞിട്ട് എടുക്കാനായിട്ട് നോക്കാം. ഈ കൂണിൻ്റെ ഈ വടി പോലുള്ള ഈ ഭാഗമല്ലേ, അതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. അത് കളയൊന്നും വേണ്ട കേട്ടോ. അത് ജസ്റ്റ് നമുക്കിങ്ങനെ കത്തി വെച്ചിട്ട് 2 കഷ്ണമായിട്ട് മുറിച്ച് അങ്ങനെ എടുക്കാം. പക്ഷെ നമ്മളത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ കാണാം. അടിയിലാണ് ഇതിന് തൊലി ഉണ്ടാവുക. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കണ്ടിട്ട് ഇതേപോലെ കളയാം. അപ്പോൾ ഇതേപോലെ കൂണിൻ്റെ തൊലിയെല്ലാം നന്നാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ കൂണെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ കഴുകി എടുക്കണം. അതുപോലെ തന്നെ ആ കൂണിൻ്റെ ആ അടിയിലുള്ള വടി പോലത്തെ ഭാഗമല്ലേ, അത് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുഴുവൻ മല്ലിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയില്ലേ, അത് നമ്മൾ നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ മല്ലിയുടെ ഒപ്പം തന്നെ ഞാൻ 7 വറ്റൽമുളകും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വറ്റൽമുളകും മല്ലിയും നല്ലപോലെ ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുള്ള മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനൊപ്പം തന്നെ ഒരു കൈപ്പിടി നാളികേരം കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇതിനൊപ്പം 1 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടിയും ഇട്ട് കൊടുക്കുക. ഈ നാളികേരം ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ നാളികേരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുത്ത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള നാളികേരം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിന് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്താലും 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ബ്രൗൺ കളറാക്കി എടുത്തത്. ഇനി നിങ്ങൾക്ക് വേറെ വല്ല പണികളുള്ള ഇടയിലാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് മുരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിച്ചോളൂ, കരിഞ്ഞു പോയത്. കരിഞ്ഞു പോയി നമ്മുടെ കറിയുടെ ടേസ്റ്റേ പോവും. അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ എല്ലാം ചൂടാറി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നോക്കാം. ഇനി നമ്മുടെ കറിയിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നാളികേര കൊത്തുകൾ ഒന്ന് വറുത്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നാളികേര കൊത്തോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഈ നാളികേര കൊത്തോളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് നോക്കാം. നല്ലപോലെ മുരിച്ചെടുക്കണ്ട, ജസ്റ്റ് നല്ലപോലെ ചൂടാക്കി എടുത്താൽ മതി. അതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇതേ നാളികേര കൊത്തിൽ അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം ചതച്ച് വെച്ചിട്ടുള്ള 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വാടി വരണം. അതുപോലെ തന്നെ വെളുത്തുള്ളിയിലാണെങ്കിലും പച്ചമുളകൊക്കെ മാറി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അതിന് പകരമായിട്ട് നമ്മൾ നാളികേരം വറുത്തെടുത്തപ്പോൾ ഒരു 7 വറ്റൽമുളക് എടുത്ത് വറുത്തിട്ട് വെച്ചിട്ടില്ലേ, അതിന് ചൂടാറിന് ശേഷം ഞാനത് അരച്ച് വെച്ചിട്ടുണ്ട്. അതാണ് മുളകിൻ്റെ പകരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് 2 പച്ചമുളകില്ലേ, അത് പിന്നെ കുരുമുളക് പൊടി അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അല്ലാണ്ട് മുളക് പൊടിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തുള്ള പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർത്ത് കൊടുക്കാം.
എപ്പോഴും അരപ്പ് നല്ലപോലെ ഫൈനായി കിട്ടണമെങ്കിൽ കുറേശ്ശെ വെള്ളത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറുതിട്ട് എല്ലാ അരപ്പും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം വെച്ചാൽ കൂണൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അരപ്പ് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അരപ്പും കിട്ടും, ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാവും ചെയ്തു. ഇനി ഇതിലേക്ക് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള കൂണിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൂൺ കറിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ചട്ടകം വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റല്ലേ നോക്കുക. ഇനി ഈ കറി നല്ലപോലെ തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഇത് വെന്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. മഷ്റൂം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇതുപോലെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. ഈ ഒരു കറിയുടെ ഒപ്പം കോമ്പിനേഷനായിട്ട് ദോശ, നീർദോശ, ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട്, പുട്ട് ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിന് വൈറ്റ് റൈസിലേക്ക് വരെ അത്രയും കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. ഇതുവരെ നിങ്ങൾ മഷ്റൂം ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് വയ്ക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ടൈമിൽ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.